തിരുവനന്തപുരം വിഴിഞ്ഞത്ത് CPIM ബ്രാഞ്ച് ഓഫീസ് കോൺഗ്രസ് പ്രവർത്തകർ അടിച്ചു തകർത്തു. പുളിങ്കുടി ബ്രാഞ്ച് ഓഫീസിലെ കസേരകളും സാധനങ്ങളുമാണ് അടിച്ചു തകർത്തത്. ഇന്നലെ ബ്രാഞ്ചിന്റെ നേതൃത്വത്തിൽ പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു. ഈ പ്രകടനത്തിൽ കോൺഗ്രസിന്റെ ഫ്ലെക്സ് ബോർഡുകൾ CPIM പ്രവർത്തകർ കത്തിച്ചിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച് കോൺഗ്രസ് നടത്തിയ പ്രകടനത്തിനിടെയാണ് അതിക്രമം. ഗോപാൽ ശിലാസനൽ വിവരങ്ങളുമായി ചേരുകയാണ്. ഗോപാൽ, കണ്ണൂരിൽ ആരോഗ്യമന്ത്രിക്ക് നേരെ ഉണ്ടായ KSU പ്രതിഷേധത്തിന് പിന്നാലെ, ആ വിവാദത്തിന് പിന്നാലെ സംസ്ഥാനത്തുടനീളം ഇത്തരത്തിൽ CPIM-ഉം കോൺഗ്രസും പരസ്പരം ഏറ്റുമുട്ടുന്നതും പരസ്പരമുള്ള സംഘർഷങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. സമാനമായ ഒരു സാഹചര്യമല്ലേ ഇവിടെയും ഉള്ളത്? അതെ, തീർച്ചയായിട്ടും ആര്യ, റിജിത്ത്. കാരണം കഴിഞ്ഞ ദിവസം കണ്ണൂരിൽ ആരോഗ്യമന്ത്രിക്ക് എതിരെ ഉണ്ടായ KSU പ്രതിഷേധം, അതിന് പിന്നാലെ സംസ്ഥാനത്തുടനീളം വലിയ CPM പ്രതിഷേധം അലയടിക്കുന്നു. കോൺഗ്രസ് പാർട്ടി ഓഫീസുകൾക്ക് നേരെയും ഫ്ലക്സ് ബോർഡുകൾക്കും തോരണങ്ങൾക്കുമെതിരെയും അടക്കം വലിയ പ്രതിഷേധമൊക്കെ ഉണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇന്നലെ കോവളം പുളിങ്കുടി ബ്രാഞ്ചിൻ്റെ നേതൃത്വത്തിൽ ഈ പ്രദേശത്ത് പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു. ബ്രാഞ്ച് നടത്തിയ പ്രതിഷേധ പ്രകടനത്തിൻ്റെ പിന്നാലെ തന്നെ അവിടെ വെച്ചിരുന്ന കോൺഗ്രസിൻ്റെ പതാകകളും ഫ്ലക്സ് ബോർഡുകളും തകർക്കപ്പെട്ടുവെന്നും കത്തിച്ചുവെന്നും കോൺഗ്രസ് ആരോപിച്ചു. അതായത് കോൺഗ്രസ് ഫ്ലക്സ് ബോർഡുകൾ നശിപ്പിച്ചതിൽ പ്രതിഷേധിച്ചുകൊണ്ട് കോൺഗ്രസിന്റെ പ്രാദേശിക നേതൃത്വം നടത്തിയ പ്രതിഷേധ പ്രകടനത്തിലാണ് ഇത്തരത്തിൽ CPM ബ്രാഞ്ച് ഓഫീസിന് നേരെ ഒരു ആക്രമണം ഉണ്ടായത് എന്ന് പറയേണ്ടിയിരിക്കുന്നു. ബ്രാഞ്ച് ഓഫീസിലുണ്ടായിരുന്ന കസേരകളും സാധനങ്ങളും ബെഞ്ചുകളും ഡെസ്കുകളും അടക്കം അടിച്ചു തകർത്തു. അത് വലിയ തരത്തിലേക്കുള്ള ഒരു അനിഷ്ട സംഭവത്തിലേക്കും ഒരു സംഘർഷ സമാനമായ അന്തരീക്ഷത്തിലേക്കും കാര്യങ്ങളെ എത്തിക്കുകയും ചെയ്തു. എന്താണെങ്കിലും പ്രദേശത്ത് ഇപ്പോഴും വലിയ സംഘർഷ അന്തരീക്ഷം നിലനിൽക്കുന്നുണ്ട്. ഇതിന് പ്രതികരണവുമായി അല്ലെങ്കിൽ ഇതിനെതിരെ CPM-ന്റെ ഭാഗത്ത് നിന്നൊരു ഇടപെടൽ ഉണ്ടാകുമോ, പ്രതിഷേധം ഉണ്ടാകുമോ എന്ന ആശയക്കുഴപ്പവും ആശങ്കയും എല്ലാം അതുകൊണ്ട് തന്നെ എന്തായാലും വലിയ തർക്കത്തിലേക്ക്, നേർക്കുനേർ പോരിലേക്ക്, ഓഫീസുകൾ അടിച്ചു തകർക്കുന്ന നിലയിലേക്കൊക്കെ കാര്യങ്ങൾ പോവുകയാണ്. കൂടുതൽ സ്ഥിതിഗതികൾ വഷളാവുന്നു എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിലുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത്. ഗോപാൽ ശീലാസനൽ വിശദാംശങ്ങൾ പങ്കുവയ്ക്കുകയായിരുന്നു.